പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പലതൊക്കെ പലരെയും കണ്ടുപഠിക്കാനുണ്ടെന്നുള്ളത്. ഞാനൊരു പാൽ ചായ ഓർഡർ ചെയ്തു. ഓക്കെ, ഒരു പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചൈനീസ് ജാസ്മിൻ മിൽക്ക് ടീ ആണ് ഓർഡർ ചെയ്തത്. ഓക്കെ, അടിപൊളി ചായയാണ്. പക്ഷേ ആ ചായ താഴെ റിസപ്ഷനിൽ വന്നു, അവിടെ നിന്ന് അവിടുത്തെ റോബോട്ടിക് സർവീസിലൂടെ മേലോട്ട് കൊണ്ടു തന്നു. പിന്നെ അതൊരു സിമ്പിളാണ്, അവിടുന്ന് ഒരു പ്രോഗ്രാം ചെയ്ത് കയറ്റിയിട്ട് ഇവിടേക്ക് എത്തും. പക്ഷെ അതൊന്നല്ല എന്നെ അനുഭവപ്പെടുത്തി. ഈ ചായ വന്നിരിക്കുന്ന പാക്കറ്റ്, ഒരു പാൽ ചായ ശരിക്കും ഇതുപോലെ ഇത്ര സോളിഡായിട്ട് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ഇല്ല, ഇത് കാണണ്ടേ? ശരിക്കും ഇത് പഠിക്കണ്ടേ? നമുക്ക് പലതും നമ്മൾ പഠിക്കുകയല്ലേ. എത്ര രസം അതിൻ്റെ ബില്ലൊക്കെ സ്റ്റിക്ക് ചെയ്തു. ഒരു കിടിലൻ ഇത് ചായയാണ്, പാൽ ചായ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താ അതിൻ്റെ സ്ഥിതി ഉണ്ട് കേട്ടോ. എൻ്റെ മക്കളെ എന്ത് ടൈറ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇത്രയും നന്നായിട്ട് ചെയ്യുന്ന ഒരു കൺട്രി ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. പാക്കിംഗ് മെറ്റീരിയൽ ആണെങ്കിലും സർവീസസ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം കേട്ടോ. ഇത് ചായ കുടിക്കാനുള്ള ഒരു സ്ട്രോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത് ഇതിലുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റൈറ എന്ന് പറയാം, ഇളക്കാൻ വേണ്ടി അല്ലേ, പഞ്ചസാര ഇളക്കാൻ വേണ്ടി സ്റ്റിക്ക് എന്ന് പറയും, സ്റ്റൈറ എന്നൊക്കെയാണ് പറയാം. ഈ ഒരു സാധനം ഇതിലുണ്ട്. ഓക്കെ, ഇനി ഉള്ളിൽ നിന്ന് ഇളക്കി കുടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചായ കുടിക്കാൻ ഒരു 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 സ്ട്രോയിങ് കൂട്ടത്തിലുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് ഇത്ര അതിനൊക്കെ പാക്കറ്റ്. ഓക്കെ, ഓരോന്നോരോന്ന് കാണിച്ചു തരാം, കാരണം ഇതൊക്കെ കാണുക നമ്മൾ പഠിക്കാൻ വേണം. അതുകൊണ്ട് കേട്ടോ, ഇത് കണ്ടോ. ഇനി നമുക്ക് ചായ ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, കൊള്ളാം. ആഹാ, എന്താ രസം. പിങ്ക് പാക്കറ്റിൽ അടിപൊളി ഓറിയൻ്റൽ ജാസ്മിൻ മിൽക്ക് ടീ ആണ്. കണ്ടല്ലോ അല്ലേ? എങ്ങനെ മാത്രമല്ല ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 29 RMB, 38 RMB, 350 രൂപ ഒരു റൂമിലേക്ക് എത്തുമ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബില്ലൊന്നും കൂടെ നോക്കട്ടെ കേട്ടോ. പേ ചെയ്ത് വേറെ ആളാ. ഓക്കെ, 29 RMB, 290 അല്ലെങ്കിൽ ഒരു 300 രൂപയാണ് ഈ ചാക്ക്. പക്ഷേ ഇതിൻ്റെ പാക്കറ്റ് കണ്ടോ മക്കളെ നിങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ ചെയ്തതിന് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്ന സംവിധാനം. മുമ്പ് ഉള്ളൊന്ന് തുറന്ന് കാണും. ഇതെങ്ങനെയാണ് ഓപ്പൺ ആണല്ലേ. ഇത് ഫുള്ളി ക്ലോസ്ഡാണ്. ഇത് കണ്ടോ, പാൽ ചായ ഇവിടെ ഫുള്ളി ക്ലോസ്ഡ് ആണ്. കണ്ടല്ലോ അല്ലേ? നമ്മുടെ ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഒട്ടിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ എന്താണ് മോളിറ്റി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് ഈ ജാസ്മിൻ കേട്ടോ. കണ്ടോ, ചൈനയിൽ ഫേമസ് ബ്രാൻഡാണ് മോളിറ്റി. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തായിരുന്നാലും ഇതിന് സാധാരണ എങ്ങനെ ചെയ്യാന്ന് ഈ ചായ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇതേപോലെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഈ പിന്നെ ലിഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രോ എന്നും പറയും, ഇയോട് പിന്നെ അല്ല സ്ട്രോ തന്നെ, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കി ഒരു ഭാഗം വെച്ചതിന് ശേഷം നേരെ ഇതിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ ഹോൾസ് ചെയ്തിട്ടും കുടിക്കുക. അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ കുത്തി ഇറക്കിയാണ് കുടിക്കുക എന്നുള്ളതാണ്. ഒന്ന് നോക്കട്ടെ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇതെടുത്ത് ഇത് കണ്ട എത്ര ലോക്കാ. ഈ ലോക്കൊക്കെ എടുത്ത് 2-3 മിനിറ്റ് വരും കേട്ടോ, കാരണം ഇത് എല്ലാം ചെയ്യാൻ കഴിയില്ല. കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാനും നമുക്ക് എടുക്കാനും ഒക്കെ എത്ര സൗകര്യത്തിലാണ് ചെയ്തിരിക്കുക. ഇതൊക്കെ ഹോട്ടലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പഠിച്ചോ കേട്ടോ, നാട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. വിട്ടു. ഇനി ഒറ്റ കുടിയാ. ചെറിയ ചൂടുണ്ട്, ചൂട് കുറഞ്ഞു. അതായത് ഇവിടെ ഞാൻ കുറച്ചു നേരം വെച്ചിരുന്നു. പൊളപ്പം ടീ കേട്ടോ. അതായത് ജാസ്മിൻ മിൽക്ക് ടീ. അവിടെ ഒരുപാട് അങ്ങനത്തെ ചായകളുണ്ട്. ഇത് മോളിറ്റി ആണ് കേട്ടോ, മോളിറ്റി ജാസ്മിൻ മിൽക്ക് ടീ. അങ്ങനെയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും. ബട്ട് ഓക്കെ, ഇതിൻ്റെ പാക്കിങ്ങും ഇതൊരു ഇൻഫോർമേഷനായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.